കാൽപന്തിന് സുൽത്താൻമാർ വീണ്ടും ഭൂമി കുലുക്കാൻ വരികയാണ്. ഇത്തവണ കളി നടക്കുന്നത് വെറുമൊരു മൈതാനത്തല്ല, ചരിത്രം തുടിക്കുന്ന വടക്കേ അമേരിക്കയിലെ 16 മഹാവിസ്മയങ്ങളിലാണ്. US-ഉം കാനഡയും മെക്സിക്കോയും ഒരുമിച്ച് നെഞ്ചേറ്റുന്ന ഈ ലോകകപ്പിലെ സ്റ്റേഡിയങ്ങളുടെ വിശേഷങ്ങൾ കേട്ടാൽ ഫുട്ബോൾ പ്രേമികളുടെ നെഞ്ചിടിപ്പ് കൂടും. തീർച്ച. 1930-ൽ ഉറുഗ്വേയിലെ ഒരു കോൺക്രീറ്റ് സ്റ്റേഡിയത്തിൽ തുടങ്ങിയ ലോകകപ്പ് യാത്ര ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂളിംഗ് ടെക്നോളജിയും ഉൾക്കൊള്ളുന്ന അത്യാധുനിക അരീനകളിലെത്തി നിൽക്കുകയാണ്. 1930 മുതൽ 2026 വരെ ലോകകപ്പിന്റെ ചരിത്രം മാറ്റിയെഴുതിയ സ്റ്റേഡിയങ്ങളിലൂടെ 1930 ഉറുഗ്വേ സെന്റിനാരിയോ ലോകകപ്പിന്റെ ജന്മസ്ഥലം. ലോകകപ്പിന്റെ ആദ്യ വേദിയായ ഉറുഗ്വേയിലെ എസ്റ്റാഡിയോ സെന്റിനാരിയോ 90,000 പ്രേക്ഷകരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഈ സ്റ്റേഡിയം ഉറുഗ്വേയുടെ സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർമ്മിക്കപ്പെട്ടത്. ഫിഫ പ്രസിഡന്റ് ജൂൾസ് റിമെ ഇത് ഫുട്ബോളിന്റെ ക്ഷേത്രമെന്നാണ് വിശേഷിപ്പിച്ചത്. ആദ്യ ലോകകപ്പ് ഫൈനലിൽ ഉറുഗ്വേ അർജന്റീനയെ 4-2 തോൽപ്പിച്ച് ചരിത്രം കുറിച്ചതും ഇവിടെയായിരുന്നു. 1950 ബ്രസീൽ, മറക്കാനാകാത്ത മാറക്കാന സ്റ്റേഡിയം. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടത്തിന് സാക്ഷിയായ വേദിയാണ് മാറക്കാന സ്റ്റേഡിയം. 1950 ലോകകപ്പ് ഫൈനലിൽ ഏകദേശം 2 ലക്ഷത്തിലേറെ ആരാധകർ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നുവെന്നാണ് കണക്കുകൾ. ബ്രസീൽ കിരീടമുറപ്പിച്ചെന്ന പ്രതീക്ഷയിൽ ആഘോഷത്തിനൊരുങ്ങിയപ്പോൾ ഉറുഗ്വേ 2-1 ജയിച്ചു. മാറക്കാനാസോ എന്ന പേരിൽ ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറിയായി ആ മത്സരം അറിയപ്പെടുന്നു. ഫുട്ബോളിന്റെ കത്തീഡ്രൽ എന്ന ഓമനപ്പേരുള്ള ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയം. ഏകദേശം 98,000 കാണികളെ ഉൾക്കൊണ്ട പഴയ വെംബ്ലി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ഏക ലോകകപ്പ് കിരീടം നേടി. ജെഫ് ഹെർസ്റ്റിന്റെ വിവാദ ഗോൾ ഇന്നും ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഗോളുകളിലൊന്നാണ്. 1970, 1986, 2026 മെക്സിക്കോ. മെക്സിക്കോയിലെ എസ്റ്റാഡിയോ അസ്ടെക്ക രാജാക്കന്മാരുടെ സ്റ്റേഡിയം. 1970-ൽ കറുത്ത മുത്തു പെലെ ലോകത്തെ കീഴടക്കിയതും കിരീടമുയർത്തിയതും ഈ സ്റ്റേഡിയത്തിലാണ്. 1986-ൽ ഡീഗോ മറഡോണ ഇംഗ്ലണ്ടിനെതിരെ തന്റെ വിഖ്യാതമായ ദൈവത്തിന്റെ കൈഗോളും നൂറ്റാണ്ടിന്റെ ഗോളും അടിച്ചു കയറ്റിയതും ഇതേ പുൽത്തകിടിയിലാണ്. ചരിത്രത്തിലാദ്യമായി 3 ലോകകപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഏക സ്റ്റേഡിയം എന്ന റെക്കോർഡ് ഇനി ഈ മെക്സിക്കൻ വീര്യത്തിന് സ്വന്തം. 1994 ലോകകപ്പ് അമേരിക്കയിലെത്തിയപ്പോൾ ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ മാത്രമല്ല, അമേരിക്കൻ ഫുട്ബോൾ അരീനകളും ലോകകപ്പ് വേദികളായി. റോസ് ബൗൾ ലോകകപ്പ് ഫൈനലിന് വേദിയായി. 94,000-ലധികം ആരാധകരെ ഉൾക്കൊണ്ട റോസ് ബൗളിൽ ബ്രസീൽ ഇറ്റലിയെ പെനാൽറ്റിയിൽ തോൽപ്പിച്ച് കിരീടം നേടി. ദക്ഷിണാഫ്രിക്കയിലെ സോക്കർ സിറ്റി, ആഫ്രിക്കയുടെ അഭിമാനം. ഈ സ്റ്റേഡിയം ആഫ്രിക്കൻ കലശത്തിന്റെ രൂപകൽപ്പനയിൽ നിന്നുള്ള പ്രചോദനത്തോടെയാണ് നിർമ്മിച്ചത്. ആഫ്രിക്കയിൽ ആദ്യമായി നടന്ന ലോകകപ്പിന്റെ ഉദ്ഘാടനവും ഫൈനലും നടന്നതും ഇവിടെ തന്നെയാണ്. ഭാവിയുടെ സ്റ്റേഡിയമായ 2022 ഖത്തർ ലോകകപ്പിലെ ലൂസെയിൽ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം ലോകത്തെ ഞെട്ടിച്ചത് അതിന്റെ കൂളിംഗ് സാങ്കേതിക വിദ്യ കൊണ്ടാണ്. പുറത്ത് 40 ഡിഗ്രിക്ക് മുകളിലായിരുന്നിട്ടും സ്റ്റേഡിയത്തിനുള്ളിൽ നിയന്ത്രിത താപനില നിലനിർത്താൻ ഖത്തറിന് സാധിച്ചു. ലയണൽ മെസ്സി ലോകകപ്പ് ട്രോഫി ഉയർത്തിയതും ഇവിടെ തന്നെയാണ്. ഖത്തർ ലോകകപ്പിലെ പല സ്റ്റേഡിയങ്ങളും മോഡുലാർ ഡിസൈനിൽ നിർമ്മിച്ചതിനാൽ പിന്നീട് അവയുടെ ചില ഭാഗങ്ങൾ പൊളിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് നൽകാനുമുള്ള പദ്ധതിയുമുണ്ടായിരുന്നു. 2026-ലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ്. 48 ടീമുകൾ, 104 മത്സരങ്ങൾ, 3 രാജ്യങ്ങളിലായി 16 സ്റ്റേഡിയങ്ങളാണ് വേദിയാകുന്നത്. അത്യാധുനികമായ തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന മേൽക്കൂരകൾ, LED സ്ക്രീനുകൾ, പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യ എന്നിവയാണ് 2026-ലെ സ്റ്റേഡിയങ്ങളുടെ മെയിൻ പഞ്ച്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്റ്റേഡിയങ്ങളിലൊന്നാണ് 2026-ലെ സോഫി സ്റ്റേഡിയം. സാങ്കേതിക വിദ്യയുടെ കൊടുമുടി. ലോസ് ആഞ്ചൽസിലെ സോഫി സ്റ്റേഡിയം കണ്ടാൽ കണ്ണു തള്ളിപ്പോകും. ഏകദേശം $5.5 ബില്യൺ ഉപയോഗിച്ച ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സ്റ്റേഡിയം. ഇൻഫിനിറ്റി സ്ക്രീനാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മേൽക്കൂരയിൽ തൂങ്ങിക്കിടക്കുന്ന 1000 ടൺ ഭാരമുള്ള 4K വീഡിയോ സ്ക്രീൻ ഗാലറിയിലെ ഏതു മൂലയിലിരിക്കുന്നവർക്കും കളി കൃത്യമായി കാണിച്ചു തരും. ഭൂമിക്കടിയിലേക്ക് 30 മീറ്റർ താഴ്ത്തിയാണ് ഇതിൻ്റെ പിച്ചൊരുക്കിയിരിക്കുന്നത് എന്നതും മറ്റൊരത്ഭുതമാണ്. അഗ്നിപർവ്വത രൂപത്തിലുള്ള എസ്റ്റാഡിയോ അക്രോൺ.
മെക്സിക്കോയിലെ ഈ സ്റ്റേഡിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജീവനുള്ള അഗ്നിപർവ്വതം പോലെയാണ്. ചുവന്ന സീറ്റുകൾ അഗ്നിപർവ്വതത്തിന്റെ ഉൾഭാഗത്തെയും വെളുത്ത മേൽക്കൂര അതിനു മുകളിലെ മേഘങ്ങളെയും അനുസ്മരിപ്പിക്കുന്നു. ഗാലറിയിലെ ആരാധകരുടെ ആവേശം വരുമ്പോൾ സ്റ്റേഡിയം ശരിക്കും ഒരു അഗ്നിപർവ്വതം പോലെ തിളച്ചുമറിയും. പ്രധാന സ്റ്റേഡിയങ്ങളായ മെറ്റ് ലൈഫ് സ്റ്റേഡിയം ന്യൂയോർക്ക്, AT&T സ്റ്റേഡിയം ഡാളസ്, മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയം അറ്റ്ലാന്റ, കാനഡയിലെ BC പ്ലേസ് വാൻകൂർ എന്നിവയും മനുഷ്യന്റെ എഞ്ചിനീയറിംഗ് പ്രതിഭയുടെ കഥ കൂടിയാണ്. പെലെയും മറഡോണയും മെസ്സിയും അമരന്മാരായത് ഈ മൈതാനങ്ങളിലാണ്. ലോകകപ്പ് സ്റ്റേഡിയങ്ങൾ ഫുട്ബോളിന്റെ ജീവിക്കുന്ന ചരിത്ര പുസ്തകങ്ങളാണ്. പെലെയുടെയും മറഡോണയുടെയും ഓർമ്മകളിരമ്പുന്ന മെക്സിക്കൻ മണ്ണും കോടികൾ മുടക്കി അമേരിക്ക ഒരുക്കിയ അത്യാധുനിക തിയേറ്ററുകളും ഒത്തുചേരുമ്പോൾ ഈ ലോകകപ്പ് വെറുമൊരു കളി മാത്രമല്ല, അതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ്.